പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇവനൊരു ബംഗാളിയാണ്. ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും കറങ്ങി തിരിഞ്ഞ് നടക്കുകയും അതുപോലെ തന്നെ പല തൊഴിലിടങ്ങളിലെത്തി അവിടെയൊക്കെ തൊഴിൽ ചെയ്തതിന് ശേഷം ആ പ്രദേശത്തൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവിടുത്തെ മൊബൈൽ ഫോണുകൾ അങ്ങനെ തുടങ്ങി പല സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു മോഷ്ടാവാണ് ഇവൻ കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചലിൽ വനിതകൾ നടത്തി വന്ന ഹോട്ടലിലെത്തി ഊണ് കഴിച്ച ശേഷം ഹോട്ടലിൽ മൊബൈൽ ഫോൺ അവിടെ കുത്തിയിട്ടിരിക്കുന്നത് കാണുകയും പിന്നീട് ഇത് മോഷ്ടിച്ച് കടന്നു കളയുകയുമായിരുന്നു. സ്ത്രീകൾ തന്നെ 4 ദിവസങ്ങൾക്ക് ശേഷം അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവനെ പിടികൂടിയിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ സ്വദേശി സിജു റാളിനെയാണ് പിടികൂടി വനിതകൾ തന്നെ പോലീസിൽ ഏൽപ്പിച്ചത്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പരിശോധിച്ചതിൽ 5 മൊബൈൽ ഫോണുകൾ സഞ്ചിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതും പലയിടങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട സാധനങ്ങളാണ് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അഞ്ചൽ BEd കോളേജിന് സമീപം വനിതകൾ നടത്തിവരുന്ന തട്ടകം ഹോട്ടലിൽ നിന്നാണ് ഇയാൾ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കടന്നു കളഞ്ഞത്. ഇയാൾ അഞ്ചലിൽ താമസിച്ചു വന്ന് ജോലി ചെയ്യുന്നതിൻ്റെ മറവിൽ ചില്ലറ മോഷണം നടത്തിവരുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. തങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഇയാളെ തിരക്കി കഴിഞ്ഞ 4 ദിവസമായി അഞ്ചലിലും പരിസരത്തും ഈ സ്ത്രീകൾ നടക്കുകയായിരുന്നുവെന്നും അതിനിടെ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇയാളെ പിന്നീട് തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഏതായാലും പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. കാരണം ഇവൻ്റെ മുഖം ജനങ്ങളെ തിരിച്ചറിയട്ടെ. ഏതെങ്കിലും ഒരു ഇന്നിപ്പോൾ കൊല്ലത്താണെങ്കിൽ നാളെ മറ്റൊരു ജില്ലയിൽ തൊഴിലിടങ്ങൾ തേടി ഇവനെത്തും. പിന്നീട് ഇവൻ ഈ മോഷണം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഏതായാലും വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ അഞ്ചൽ ഭാഗത്തുനിന്നോ മറ്റു ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുടെയൊക്കെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇവൻ്റെ സഞ്ചിയിൽ നിന്ന് ഏകദേശം ഒരു 5ഓളം മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടിട്ടുള്ളവർ ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തി അതൊന്ന് തിരക്കുകയാണെങ്കിൽ നിങ്ങളുടേതാണ് എങ്കിൽ അത് ഉറപ്പിക്കാം. ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ഇവിടെ കട അടയ്ക്കാൻ നേരം ഒരു ബംഗാളി ഇവിടെ നേരത്തെ നിരന്തരം കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നവനായിരുന്നു. കഴിച്ച ഭക്ഷണത്തിന് പൈസയൊന്നും തരത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിർബന്ധമായിട്ട് പൈസ വേണമെന്ന് പറയുകയും 5:30 മണി കഴിഞ്ഞപ്പോഴാണ് ഇവന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയത്. അപ്പോൾ അവിടുത്തെ ടേബിളിൻ്റെ മണ്ടയിൽ ഒരു 500 രൂപ ഈ ഫോണും അവിടെ ഇരിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ച ഉടനെ ഞങ്ങളുടെ ഓർഡർ പാത്രം എടുത്ത് കിച്ചണിലോട്ട് വന്ന സമയത്ത് ഇവന് 500 രൂപ ഈ ഫോണും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ എല്ലാവരും ഊണിനുള്ള ഓർഡർ വിളിക്കുകയും എല്ലാം ചെയ്യുന്ന ആ ഒരു ഫോണിനകത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്നേരം തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും പോലീസ് അന്വേഷിക്കാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ 3 ദിവസം കൊണ്ട് ഞങ്ങൾ 3 പേര് നിരന്തരം ഇവനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഗിരിജ എന്ന് പറഞ്ഞ ചേച്ചി രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയപ്പോഴാണ് ഇവൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടത്. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഇവൻ നിൽപ്പുണ്ടെന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരോട് ഓടിപ്പോയി ഇവനെ പിടിച്ച് അതുകൊണ്ട് മൊയ്തോണനെ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ മൊയ്തോണൻ്റെ സഹായത്താൽ ഇവനെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മൊയ്തോണെ ആ സമയോചിതമായ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ഫോൺ തിരികെ ഇടുകയും ചെയ്തു. അതിനൊരു വലിയ നന്ദി ഞങ്ങൾ മൊയ്തോണനോട് രേഖപ്പെടുത്തുന്നു.